ഇന്ന് അതിപ്രധാനമായ മറ്റൊരു വിഷയത്തിന്റെ തുടർമാനമായ ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കാനിടയായത്, രക്ഷയിലെ തൃത്വം. നമുക്ക് രക്ഷ എന്ന് പറയുന്ന പദം കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും മാനുഷ്യമായി നമ്മൾ കണ്ടുവരുന്ന മനസ്സിലാക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത്, എന്റെ കുടുംബം രക്ഷപ്പെടണം, എനിക്ക് രോഗത്തിന് രക്ഷപ്പെടണം, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിന് രക്ഷപ്പെടണം, എനിക്ക് വിപത്തിൽ ഇങ്ങനെയുള്ള രക്ഷപ്പെടണം എന്നുള്ള മാനുഷികമായ നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്ത് ആത്മീയ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ദൈവം ആവശ്യപ്പെടുന്ന രക്ഷ എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സംഭവിക്കേണ്ടുന്ന രൂപാന്തരം, മനസ്സിനകത്ത് വരുന്ന ഒരു മാറ്റം ദൈവിക രക്ഷയുടെ അതിപ്രധാനമായ ഒരു ഘടകമായി മാറുകയാണ്. നമുക്കറിയാം, ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലായ ഘടകം എന്ന് പറയുന്നത് രക്ഷയാണ്. അത് പാപമോചനമോ അല്ലെങ്കിൽ ന്യായവിധിയിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടൽ മാത്രമല്ല, ത്രിയേക ദൈവത്തിന്റെ സ്നേഹനിർഭരമായ പ്രവൃത്തിയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, തൃത്വത്തിലെ ഓരോ വ്യക്തിയും യോജിച്ചുള്ള ഒരു വീണ്ടെടുപ്പ് പദ്ധതി ഇവിടെ പങ്കുവഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവം എങ്ങനെ രക്ഷിക്കുന്നുവെന്ന്, ദൈവം ആരാണെന്ന് ഈ വചന പഠന കേൾവിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ഏറ്റവും അതിപ്രധാനമായ ഘടകമാണ് പരിവർത്തനം. അതുകൊണ്ട് പരിവർത്തനം മുതൽ ശിഷ്യത്വം വരെയുള്ള ക്രിസ്തീയ ജീവിതത്തിൽ ഈ തൃത്വം അതിപ്രധാനമായി പങ്കുവഹിക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണത്തിന്റെ ആരംഭ പ്രഭാഷണം നമുക്കറിയാം. മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ പരിവർത്തനം ആവശ്യമായ ഒരു ഘടകമാണ്. ഇനി ഈ സുവിശേഷ ഭാഗത്തിന്റെ അവസാന അധ്യായമാകുന്ന 28-ാം അധ്യായത്തിന്റെ 19-ാം വചനം പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുവീൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പോൾ പരിവർത്തനം മുതൽ ശിഷ്യത്വം വരെയുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ തൃത്വത്തിലെ 3 വ്യക്തികളായ പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ അധിഷ്ഠിതമായ പ്രവർത്തികളെ ഇവിടെ വ്യക്തമാക്കുകയാണ്. പ്രിയമുള്ളവരെ, രക്ഷ എന്നത് ഒരു ഒറ്റയാൾ പ്രവൃത്തിയല്ല, മറിച്ച് ത്രിയേക ദൈവ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നടത്തുന്ന ഒരു ദിവ്യമായ പ്രവൃത്തിയാണ്. തൃത്വത്തിലെ ഓരോ വ്യക്തിയും വ്യത്യസ്തനാണെങ്കിലും പൂർണ്ണമായും എന്താണ്? ദൈവമാണ്. മനുഷ്യരാശിയെ വീണ്ടെടുക്കുവാൻ പൂർണ്ണമായ ഐക്യത്തിൽ പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ! എത്ര പേർക്ക് സന്തോഷമുണ്ട് വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ! പിതാവ് ഇവിടെ രക്ഷ ആരംഭിക്കുമ്പോൾ പുത്രൻ രക്ഷ കൈവരിക്കാനിടയാകുകയാണ്. പരിശുദ്ധാത്മാവ് രക്ഷ അപ്ലൈ ചെയ്യുവാനിടയാകുന്നു, പ്രയോഗിക്കാൻ തയ്യാറാകും. രക്ഷയിലെ തൃത്വത്തിലെ പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമാണ്. തിരുവനന്തപുരത്ത് പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 19-ാം വചനം പറയുന്നത് പോലെ, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നതിന് മുമ്പേ അവൻ എന്നെ സ്നേഹിച്ചു. അപ്പൊ നമ്മൾ സ്നേഹിച്ച് തുടങ്ങുന്നതിന് മുമ്പേ ആരും നമ്മളെ സ്നേഹിച്ചു തുടങ്ങി? പിതാവായ ദൈവം. അപ്പൊ രക്ഷ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, പുത്രനെ കുറിച്ച് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഗലാത്യ ലേഖനം 2:20 പറയുന്നുണ്ട്, പുത്രൻ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. അപ്പൊ രക്ഷ കൈവരിക്കുവാൻ ആര് സഹായകമായി? യേശു ക്രിസ്തു സഹായമായി. ഇനി ആത്മാവ് എന്താ ചെയ്തത്? റോമാലേഖനം 8:11 പറയുന്നു, ആത്മാവ് എന്നിൽ വസിക്കുകയും
വിശുദ്ധിയിൽ വളരാൻ എന്നെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആത്മാവ് നമ്മളെ യഥാർത്ഥമായ രക്ഷയിലേക്ക് നീങ്ങുവാൻ നമ്മളെ ഹെൽപ്പറായി മാറുകയാണ്, നമ്മളിൽ വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി എത്രത്തോളം വളരാൻ കഴിയുമോ അത്രത്തോളം വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് ത്രിത്വം ഒഴിവാക്കി, പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ ഒഴിവാക്കി ഒരു വ്യക്തിക്കും ദൈവത്തോട് അടുക്കാൻ കഴിയുകയില്ല എന്ന് ഇവിടെ ശക്തവും വ്യക്തവുമായി സമർത്ഥിക്കുക. ഇത് ഇച്ചിരി ഗഹനമായ കാര്യമാണ്. നമ്മൾ വളരെ ശാന്തമായി ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. കർത്താവ് നമുക്ക് ബുദ്ധി ജ്ഞാനം തരും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. രക്ഷ എന്നത് ത്രിത്വത്തിലെ ഒരു വ്യക്തിയുടെ മാത്രം പ്രവൃത്തിയല്ല, ഞാൻ ഇവിടുന്ന് ആവർത്തിച്ചു പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രക്ഷാ പദ്ധതിയുടെ തുടക്കക്കാരൻ ആരാണ്? പിതാവാണ്. പിതാവാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവ് നമ്മെ രക്ഷിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അവ സൃഷ്ടിക്ക് മുമ്പേ ആരുണ്ടായിരുന്നു? പറഞ്ഞാട്ട് എല്ലാവരും അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പിതാവ് ഉണ്ടായിരുന്നു. എന്നോട് ചേർന്ന് പറഞ്ഞാലേ നമ്മുടെ ബ്രെയിനിൽ അതിന് സ്ഥിതി ചെയ്യത്തുള്ളൂ, നിലനിൽക്കത്തുള്ളൂ. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് പിതാവ് ഉണ്ടായിരുന്നു. ദൈവം വീണ്ടെടുപ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നു. രക്ഷ പിതാവിന്റെ സ്നേഹത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പുത്രനെ നൽകിയത് നമ്മിൽ യോഗ്യമായ ഒന്നിനും ഒരു പ്രതികരണമായിരുന്നില്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയുള്ള മുൻകൈ ഇവിടെ കരകവിഞ്ഞൊഴുകുകയാണ്. ഞാൻ ഒരിക്കൽ കൂടെ വ്യക്തമാക്കി തരാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തന്റെ പദ്ധതിയിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്ത്? ഒരു വീണ്ടെടുപ്പിന്റെ ആവശ്യമുണ്ട് എന്ന്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി മനുഷ്യനെ ചേർത്ത് നിർത്തണമെങ്കിൽ ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് പിതാവ് മുൻകൈയെടുത്തു, തന്റെ പ്രവൃത്തി ആരംഭിച്ചു തുടങ്ങി. കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും ഒക്കെ ദൈവം തന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി തുടങ്ങി വെച്ചെങ്കിലും ഒടുക്കം ദൈവം തന്നെ തീരുമാനിച്ചു, ഇങ്ങനെ പോയാ പോരാ, മുഴു ജനതയെ രക്ഷിക്കണമെങ്കിൽ ഞാൻ തന്നെ എവിടെ വരണം? ഈ ഭൂമിയിൽ വരണം. അപ്പൊ നമ്മുടെ രക്ഷ ആരംഭിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണെന്ന് ഇവിടെ തിരുവെടുത്ത് പറയുന്നു. അപ്പൊ പിതാവിന്റെ സ്നേഹം യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സഹായത്തോടു കൂടെ ഇതിൻ്റെതാകുന്ന റോള് നമ്മൾ ക്രമാനുഗതമായി പഠിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന നവചൈതന്യം വളരെ വലുതാണ്. നാം ദൈവത്തോട് അടുക്കുന്ന ഓരോ അനുഭവത്തെ ഇവിടെ വചനത്താൽ സമ്പാദിച്ചെടുക്കുകയാണ്. ഞാൻ അവനെ സ്നേഹിക്കുന്നതിന് മുമ്പ് അവൻ എന്നെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവം സ്നേഹിച്ചു തുടങ്ങിയെന്നാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ കുറിച്ച് ആർക്കറിയാം? ദൈവത്തിനറിയാം. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. ബൈബിൾ അത് നമ്മളോട് സംസാരിക്കട്ടെ. അപ്പൊ 1 യോഹന്നാൻ 4:19 പറയുന്നത് പോലെ അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. സൃഷ്ടിക്ക് മുമ്പേ പിതാവ് തനിക്കായ ഒരു ജനത്തെ വീണ്ടെടുക്കാൻ പദ്ധതിയിട്ടു. അതിന് വീണ്ടെടുപ്പിന്റെ ഉടമ്പടി എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ത്രിത്വത്തിനുള്ളിലെ ഈ ഉടമ്പടി കാലത്തിന് മുമ്പേ ഉള്ളതാണ്. രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ പരമാധികാര സംരംഭത്തെയാണ് പ്രിയരെ ഇത് വെളിപ്പെടുത്തുന്നത്. അതിനൊരു മോഡലാണ് ഈ അബ്രഹാം ഇസാക്കും തമ്മിലുള്ള ഒരു ബന്ധം. അബ്രഹാം ഇസാക്കിനെ യാഗമർപ്പിക്കുന്നത് എങ്ങനെയാണ്? 22-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ പിതാവിന് തന്റെ പുത്രനെ നൽകാനുള്ള മനസ്സൊരുക്കത്തെയാണ് അവിടെ കാണിക്കുന്നത്. നല്ല 20-24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന ഇസാക്കിനെ ഒരു നിർണായക നിമിഷത്തിൽ ദൈവം പറയുന്നു, നിന്റെ ഏകജാതനായ മകനെ എനിക്ക് യാഗമായി തരണം. 100 വയസ്സായപ്പോ കിട്ടിയ ഒരു സന്താനമാ. അതിനെ ഇപ്പോൾ നല്ല ചെറുപ്പമായ ചുടുചുടുപ്പുള്ള നല്ല പ്രായത്തിൽ എനിക്ക് യാഗമായി തരണമെന്ന് ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് നമ്മുടെ യേശുക്രിസ്തുവിന്റെ ചിത്രം ഇവിടെ
ആമേ വ്യക്തമാക്കിയ പിതാവിന് തന്റെ പുത്രനെ നൽകുവാനുള്ള ഒരു മനസ്സൊരുക്കത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ കാര്യത്തിൽ പകരം മറ്റൊരു ആറ്റുകൊട്ടൻ ഉണ്ടായിരുന്നില്ല. ദൈവം തന്റെ സ്വന്തം പുത്രനെ വെറുതെ വിട്ടില്ല എന്നാണ് വചനം പറയുന്നത്. റോമാലേഖനം 8:32 വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അന്ന് ഇസാക്കിന് വേണ്ടി ഒരു ആറ്റുകൊട്ടൻ ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു സ്വന്തം പുത്രനായ പിതാവ് തന്നിൽ നിന്നും ആരംഭിച്ച പുത്രനെ നമുക്ക് ദാനമായി നൽകുമ്പോൾ ഓർത്തുകൊള്ളണം, വേറൊരു ആറ്റുകൊട്ടനോ വേറൊരു സംവിധാനവും ഇല്ല. ദൈവം തന്നെ, പുത്രനായ ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഈ യാഗമായി തീർന്നോ എന്ന് തിരുവെഴുത്ത് പറയുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിതാവിന് നമ്മുടെ ഓരോരുത്തരുടെയും പേരറിയാം. യെശയ്യാ പുസ്തകം 43:1 എന്താണ് പറയുന്നത് അറിയാമോ? ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. അപ്പോൾ നമ്മുടെ പേർ ആർക്കറിയാം? പിതാവിനറിയാം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ പേര് പിതാവിന് അറിയാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? രക്ഷ ആരംഭിക്കുന്നത് പിതാവിന്റെ നിത്യ സ്നേഹത്തിൽ നിന്നാണ്. നമുക്ക് ജീവിതത്തിൽ സംശയങ്ങൾ നേരിടുമ്പോൾ, പലപ്പോഴും ഭയം നേരിടുമ്പോൾ, ഭീതി നേരിടുമ്പോൾ, അവിശ്വാസം നേരിടുമ്പോൾ അവിടെ ഓടിയെത്തുന്ന ഒരു സ്നേഹമുണ്ട്. അത് പിതാവിന്റെ സ്നേഹമാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ പേര് ദൈവത്തിന്റെ പക്കലുണ്ട്. ദൈവം നമ്മളെ പാർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മുടെ സംശയത്തിന്റെ നടുവിൽ, നമ്മുടെ അവിശ്വാസത്തിന്റെ നടുവിൽ, നമ്മുടെ ഭയത്തിന്റെ നടുവിൽ, നമ്മുടെ ഭീതിയുടെ നടുവിൽ പിതാവിന്റെ സ്നേഹം നമ്മൾ അറിയാതെ നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അതുകൊണ്ടാണ് യെശയ്യാ 46:10 പറയുന്നത്, ദൈവം തുടക്കം മുതൽ അവസാനം വരെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി മനുഷ്യനോടുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ തുടക്കവും മനുഷ്യന്റെ അവസാനവും ദൈവം സുരക്ഷിതത്തിലൂടെ നടത്തുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ കൂടെ വരും. എത്രത്തോളം കൂടെ വരും? നമ്മൾ ആയുസ് ഉള്ളിടത്തോളം കൂടെ വരും. നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ സുഹൃത്തുക്കൾ കൂടെയുണ്ട്. നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ സ്നേഹിതരുണ്ട്. എന്നാൽ ഇവിടെ തിരുവെടുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരു തുടക്കമുണ്ടെങ്കിൽ അതിന്റെ അവസാനം വരെ രാത്രി എന്നില്ല, പകലെന്നില്ല, പിതാവിന്റെ കരുതലും നടത്തിപ്പും സേവനവും ഉണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കിയ. ഹലോ, വിശുദ്ധ കാര്യങ്ങളിൽ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്താൽ നമ്മൾ ആരും സ്നേഹിക്കപ്പെടുന്നില്ല, നമുക്ക് ആരുമില്ല എന്ന് തോന്നുമ്പോഴും, നമ്മൾ എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് തോന്നുമ്പോഴും, നമ്മൾ നിലനിൽക്കേണ്ടതിന്, നമ്മൾ ആരോഗ്യത്തോടിരിക്കേണ്ടതിന് പിതാവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ പിതാവിന്റെ റോൾ എത്ര വളരെ വലുതാണ്. ഞാൻ അതിന് ഒരു ഉപമയല്ല, യേശു പറഞ്ഞ കഥ ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. ധൂർത്തപുത്രന്റെ കാര്യം എല്ലാം നശിപ്പിച്ച് നാശകോശമാക്കി, നാമാവശേഷമാക്കി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ബോധം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ അങ്ങ് വാതിൽക്കൽ പിതാവ് കാത്തിരിക്കുക. എന്നാണ് തുടങ്ങിയെന്നറിയാമോ കാത്തിരിപ്പ്? അവൻ എന്ന് നഷ്ടപ്പെട്ടു എന്ന് തോന്നി ആ സമയം തൊട്ട് കാത്തിരിക്കുക. രൂപമെല്ലാം മാറി, മെലിഞ്ഞ ശരീരമായി, പക്ഷെ പിതാവിന് അവനെ മനസ്സിലായി. അതാണ് സത്യം. പ്രിയമുള്ളവരെ, പിതാവിന്റെ സ്നേഹവും കരുതലും നടത്തിപ്പും അവൻ ഇന്നും ഈ സമയമായപ്പം കറണ്ട് പോയി. അപ്പോൾ പിതാവിന്റെ കരുതലും നടത്തിപ്പും പ്രവൃത്തിയും നാം തിരിച്ചറിഞ്ഞു. ഇനി പുത്രന്റെ കൂടെ നമുക്കൊന്ന് തിരിച്ചറിയണ്ടേ? തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, യേശുക്രിസ്തു തന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. മനുഷ്യനെ ചേർത്ത് നിർത്താനുള്ള കാര്യം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. കുരിശും പുനരുത്ഥാനവുമായിട്ട് ആര് രംഗത്തിലേക്ക് വന്നു? യേശുക്രിസ്തു വന്നു. എന്താ ഞാൻ പറഞ്ഞു വന്നത്? കുരിശും പുനരുത്ഥാനവുമായി, അതായത് പാപത്തിനും മരണത്തിനും മേലുള്ള വിജയമായിട്ട് ആര് വന്നിരിക്കുകയാണ്? യേശുക്രിസ്തു വന്നിരിക്കുകയാണ്.
എഫെസ്യ ലേഖനം 1-7 പഠിക്കുമ്പോൾ അറിയാം, യേശുക്രിസ്തുവിൽ നമുക്ക് അവന്റെ രക്തത്താൽ വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുപ്പ് എന്നത് ഒരു മാർക്കറ്റ് പദമാണ്, അതായത് തിരിച്ചു വാങ്ങുക. യേശു തന്റെ ജീവൻ നൽകി, മറുവില നൽകി. എന്ത്? യേശു തന്റെ അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്ന വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം തന്റെ വീണ്ടെടുപ്പിന്റെ കാര്യപരിപാടി തുടങ്ങിക്കഴിഞ്ഞു. നമ്മളെ തിരിച്ചെടുക്കാൻ വേണ്ടി, നമ്മളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി തന്റെ മാർക്കറ്റിംഗ് സമ്പ്രദായം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. സ്വന്തം ജീവനെയാണ് നൽകിയത്. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്ന റോമാലേഖനം 5:8, എന്നാൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ എന്ത് ചെയ്തിരിക്കുന്നു? പ്രദർശിപ്പിച്ചിരിക്കുന്നു. യേശുവിന്റെ മരണം ഒരു ദുരന്തമായിരുന്നില്ല, അത് സ്നേഹത്തിന്റെ വിജയമായിരുന്നു. വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ചാണ്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം വീണ്ടും യേശുക്രിസ്തു മുഖാന്തരം പ്രദർശിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വന്നാൽ 15-3-4 വരെയുള്ള വേദഭാഗം വായിച്ചാട്ട്, പിതാവ് പുത്രന്റെ യാഗം സ്വീകരിച്ചുവെന്നും നമ്മുടെ ഭാവി പുനരുത്ഥാനം ഉറപ്പു നൽകുന്നുവെന്നും ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ക്രിസ്തു ഒരിക്കലായി വിശുദ്ധ സ്ഥലങ്ങളിൽ പ്രവേശിച്ചു, നിത്യമായ വീണ്ടെടുപ്പ് നമുക്ക് നേടി നൽകി. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പുണ്ട് എന്ന് ഇവിടെ ശക്തമായി ഉറപ്പിച്ചു കഴിഞ്ഞു. പുത്രനായ യേശുക്രിസ്തു മാംസം ധരിച്ചുവെന്നും യോഹന്നാൻ 1:14 പറഞ്ഞതുപോലെ പാപരഹിതമായ ജീവിതം നയിച്ചുവെന്നും കുരിശിൽ മരിച്ചുവെന്നും വീണ്ടും ഉയർത്തെഴുന്നേറ്റുവെന്നും രക്ഷ നേടിത്തരുവാൻ, വീണ്ടെടുപ്പ് ഉറപ്പിക്കുവാൻ ഇതാ ദൈവത്തിന്റെ നീതി ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ കരുണ ഇവിടെ ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു മുഖാന്തരം സകലർക്കും സ്വർഗത്തിലേക്കുള്ള പ്രവേശനം തുറക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ മനുഷ്യർക്ക് ഇന്നും അറിയാതെ പോകുന്ന ഒരു വലിയ അബദ്ധം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്ക് പകരം ഇന്ന് മനുഷ്യൻ പല മാർഗങ്ങളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. നമ്മുടെ ചുറ്റുപാടിലേക്ക് കണ്ണുകൾ നോക്കുക, കണ്ണുകൾ ഓടിക്കുക, സമൂഹത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്. രക്ഷ നേടിത്തരേണ്ടത് ആരാണ്? യേശു ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് രക്ഷ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിയൊരു അപകടം മുമ്പിൽ കിടക്കുന്നു? ഗലാത്യ ലേഖനം 2:20 പറയുന്നു, ദൈവപുത്രൻ നമ്മളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്റെ ജീവൻ ഏൽപ്പിച്ചു കൊടുത്തു. പുത്രൻ നമുക്ക് വേണ്ടി തന്നെ മരിച്ചു. എത്ര പേർക്ക് പറയാൻ കഴിയും യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാ മരിച്ചത്? ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ, യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാ മരിച്ചത്. എനിക്ക് വേണ്ടിയാ യേശു ക്രിസ്തു ജീവൻ നൽകിയത്. എനിക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു രക്തം നൽകിയത്. എനിക്ക് വേണ്ടിയാണ് അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്, രക്ഷയ്ക്ക് ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിലവിളിക്കുന്നുവെങ്കിൽ, അപേക്ഷിക്കുന്നുവെങ്കിൽ, കരയുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഉപവസിക്കുന്നുവെങ്കിൽ, വല്ലതും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുവെങ്കിൽ അത് എൻ്റെ യേശുക്രിസ്തുവിന് വേണ്ടിയായിരിക്കും. ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് ആവശ്യമാണ്, ആ ഒരു തീരുമാനം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ അതല്ല നടക്കുന്നത്. അതാണ് നമുക്ക് പറ്റുന്ന വലിയൊരു അപകടം. തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, യേശുക്രിസ്തുവുമായിട്ട് അടുക്കുക എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്, ഒരു വലിയ അനുഗ്രഹമാണ്. കുരിശിൽ നമ്മുടെ അരുമനാഥൻ തൂങ്ങിക്കിടക്കുമ്പോൾ അവൻ നമ്മളെയും നമ്മുടെ തലമുറകളെയും കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ ആ വചനം? നിങ്ങൾ തിരുവെടുത്ത് പഠിക്കുവീൻ. പ്രവൃത്തി പുസ്തകം 4:12 എന്താണ് പറയുന്നത്? മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് നല്ല
വ്യക്തമായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രക്ഷയ്ക്ക് ഏക മാർഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് എന്ന് ഇവിടെ ഉറപ്പിച്ചു പറയും. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം, രക്ഷയ്ക്ക് ഏക മാർഗം യേശു ക്രിസ്തുവാണ്. ഒരിക്കൽ കൂടെ ചേർന്ന് പറഞ്ഞാട്ട്, രക്ഷയ്ക്ക് ഏക മാർഗം യേശു ക്രിസ്തുവാണ്. ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞാട്ട്, രക്ഷയ്ക്ക് ഏക മാർഗം യേശു ക്രിസ്തുവാണ്. ഇനിയെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? പക്ഷെ നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ രക്ഷയ്ക്ക് വേണ്ടി പല വഴികളും തെരഞ്ഞെടുക്കുന്നു. ചിലര് പ്രവാചകന്മാരുടെ പുറകെ പോകുന്നു, ചിലര് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ പോകുന്നു, ചിലര് പല മാർഗങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടി. എന്റെ പ്രിയ സ്നേഹിതരെ, ഏറ്റവും ശ്രേഷ്ഠമേറിയ ദിവ്യമേറിയ നാമം ദൈവം നമുക്ക് കൈകളിൽ തന്നിരിക്കുകയാണ്. യേശു ക്രിസ്തു എന്ന നാമം. തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ യേശു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ യേശു, ഹല്ലേലൂയ. വചനം ജഡമായി തീർന്ന യേശു ക്രിസ്തു, കൃപയും സത്യവും നിറഞ്ഞവനായി തീർന്ന യേശു ക്രിസ്തു. തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്നാണ് വചനം പറയുന്നത്. ഇനി ഞങ്ങൾക്ക് പിതാവിനെ കാണേണ്ട കാര്യമില്ല, ഞങ്ങൾ യേശു ക്രിസ്തുവിൽ എല്ലാം കണ്ടു. അങ്ങ് മറഞ്ഞിരിക്കുന്നവനുണ്ടല്ലോ, അങ്ങ് രഹസ്യമായിരിക്കുന്നവൻ, ഭൂമിയിൽ ഡയറക്റ്റ് വരാൻ കഴിയാത്ത ഒരുവനുണ്ടല്ലോ, അവനെ ഞങ്ങൾ മൊത്തമായി കണ്ടു. ആരില്? ദൈവം അയച്ച സൃഷ്ടിജാതനായ ഏകജാതനായ ഹല്ലേലൂയ ക്രിസ്തുവിൽ അവന്റെ തേജസ് ഞങ്ങൾ കണ്ടു എന്നാണ് അപ്പോസ്തലന്മാർ സാക്ഷ്യം പറയുന്നത്. 1 തിമോത്തിയോസ് 2:5 എന്താണ് പറയുന്നത് പ്രിയരെ? 1 തിമോത്തിയോസ് 2:5, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. അവിടെയാണ് നമ്മളെ വെളിപ്പെടുത്തുന്ന ദൈവിക മർമ്മം. നമ്മൾ ഓടി അലയേണ്ട ഒരു കാര്യമില്ല. നമ്മളെ രക്ഷിപ്പാൻ, നമ്മളെ സഹായിപ്പാൻ, നമ്മളെ ചേർത്ത് നിർത്തുവാൻ വീണ്ടെടുപ്പുകാരനായ ഒരുവനുണ്ട്. അവന്റെ പേരത്ര യേശു ക്രിസ്തു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഒരേ ഒരു മധ്യസ്ഥനാണ് യേശു ക്രിസ്തു എന്ന് ഈ സത്യവചനം ഘോഷിക്കുമ്പോൾ വീണ്ടും പറയുന്നു, ദൈവം ഒരുവനല്ലോ എന്നാണ് അവിടെ പറയുന്നത്. മറുവിലിയായി തീർന്ന ദൈവം ഒരുവനല്ലോ, യാഗമായി തീർന്ന ദൈവം ഒരുവനല്ലോ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലോ നമ്മെ രക്ഷിപ്പാനുള്ളത്, വീണ്ടെടുപ്പിലേക്ക് കൊണ്ടുവരുവാനുള്ളത്, സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ഏക മാർഗവും വഴിയും സത്യവും ഒരുവനല്ലോ, അവനല്ലയോ ക്രിസ്തു. രക്ഷയിൽ പുത്രന്റെ അതുല്യമായ പങ്ക് ഇവിടെ എടുത്തു കാണിക്കുകയാണ്. മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, പിതാവിന്റെ അധികാരത്തിൽ നിന്നാണ് ഈ നാമം വന്നിരിക്കുന്നത്. യേശു ദൈവം ഉപയോഗിച്ച രക്ഷകനാണ് എന്ന് ഇന്ന് രാത്രി ഞാൻ ശക്തവും വ്യക്തവുമായ ഭാഷയിൽ തിരുവെഴുത്തിന്റെ നടുവിൽ വിളിച്ചു പറയുകയാണ്. യേശു ദൈവം നിയോഗിച്ച രക്ഷകനാണ്. ഇനി രക്ഷയ്ക്ക് വേറെങ്ങും പോയി അലയേണ്ട കാര്യമില്ല. ഹൃദയം തുറന്ന്, അബ്ബാ പിതാവേ, അങ്ങയുടെ ഓമനപുത്രന യേശു എന്റെ ജീവിതത്തിൽ വരണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം നമ്മുടെ ഹൃദയകവാടത്തിൽ കടന്നു വന്ന് നമ്മോടൊപ്പം ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നിലനിൽക്കുവാൻ, മധ്യസ്ഥനായി മാറുവാൻ ആര് തയ്യാറാണ്? നമ്മുടെ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, ദൈവം യേശു ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും എന്ന് ഇവിടെ വിശുദ്ധ വേദപുസ്തകം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വ്യക്തമാക്കിയ ഇത്രയൊക്കെ ശക്തമായ ഭാഷയിൽ തിരുവെടുത്ത് നമുക്ക് നൽകുമ്പോൾ ഇന്നും അറിഞ്ഞോ അറിയാതെയോ നാം പലരുടെയും നാമം ചൊല്ലി രക്ഷയ്ക്കായി കടന്നു വരികയാണ്. അന്ത്യന്യായവിധിയിൽ സകല ദുഷ്ടന്മാരും, സകല അധർമ്മികളും, സകല വ്യക്തികളും, വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഏത് ജാതിപ്പെട്ടവനും മതത്തിൽപ്പെട്ടവനും വംശത്തിൽപ്പെട്ടവനും ഒരുപോലെ ഏറ്റുപറയാൻ പോകുന്ന ഒരേ ഒരു നാമമുള്ളൂ, യേശു ക്രിസ്തു കർത്താവ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സകല അധർമ്മം പ്രവർത്തിച്ച ദുഷ്ടന്മാരും എല്ലാവരും നരകത്തിലേക്ക് പോകാൻ പോകുന്നത്. എന്നാൽ നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പേ
നമുക്ക് യേശുക്രിസ്തുവിനെ പൂർണ്ണമായി സ്വീകരിക്കാം. അവനിൽ നമ്മുടെ മാനസാന്തരം തുടങ്ങാം. അവനിൽ നമ്മളിലുള്ള അഭിഷേകത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാം. അവനിൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാം. അവനിൽ നമുക്ക് മറയാം. അവനിൽ നമുക്ക് ലയിച്ചു ചേരാം. ഒരുമിച്ച് വിളിച്ചു പറക, എല്ലാ നാമത്തിലും മേലായ നാമം യേശു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുന്ന, ഏറ്റു പറയുന്ന, എല്ലാ നാവും ഏറ്റു പറയുന്ന ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഒരു ബറാബാസ് എന്ന് പറയുന്ന വളരെയധികം മോശപ്പെട്ട പ്രവൃത്തി ചെയ്ത കൊള്ളക്കാരനായ ബറാബാസിനെ മോചിപ്പിച്ച ചിത്രം നമുക്കറിയാം. യേശു അവന്റെ സ്ഥാനത്ത് വന്നു. മത്തായി 27:16 മുതൽ വചനം പഠിക്കുമ്പോൾ അറിയാം. യേശു പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മരിച്ചത്, അവൻ നമ്മുടെ പകരക്കാരനായി മരിച്ചു. ബറാബാസിന് വേണ്ടി ഒരു പകരക്കാരൻ ആരായി മാറി? ഇവിടെ യേശു ക്രിസ്തു മാറി. നമുക്ക് പകരക്കാരനായിട്ട് വരാൻ ആര് തയ്യാറാകുന്നു? യേശു ക്രിസ്തു തയ്യാറാകുന്നു. വചനം പറയുന്നത് ഇങ്ങനെയാണ്. 2 Corinthians 5:21 പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി അവൻ പാപമാക്കി. യേശു വെറുതെ മരിച്ചതല്ല, അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ സ്ഥാനം ആരേറ്റെടുത്തു? യേശു ക്രിസ്തു ഏറ്റെടുത്തു. വിശുദ്ധ കരങ്ങളിൽ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാണ്. ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് വ്യക്തിപരമായ സ്നേഹത്തെ പ്രകടമാക്കിയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിപരമായ സ്നേഹത്തെ ഇവിടെ പ്രകടമാക്കിയ. മൂന്നാമതായി പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവ് രക്ഷയെ അപ്ലൈ ചെയ്യുക. The Holy Spirit applies salvation. പരിശുദ്ധാത്മാവ് രക്ഷയെ ഇവിടെ എന്ത് ചെയ്യുക? പ്രയോഗിക്കുക. പുനരുത്ഥാനം, പുനരുജ്ജീവനം, പുതുക്കല്, ഇതൊക്കെ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അല്പസമയം കൂടെ ക്ഷമയോടെ കേൾക്കണമേ. ഞാൻ വേഗത്തിൽ അവസാനിപ്പിച്ചുകൊള്ളാം. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഈ പോർഷൻ ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചില കാര്യങ്ങളോട് എനിക്ക് പറയേണ്ടി വരും. അടുത്തതോ അപ്രാവശ്യം വേറൊരു പദവുമായിട്ട് ഞാൻ വരും. തൃത്വത്തിന്റെ ബൈബിളിലെ പുതിയ നിയമത്തിലെ പ്രാർത്ഥന, പ്രാർത്ഥനയിലുള്ള തൃത്വത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ് നമുക്ക് ബൈബിൾ നമ്മളോട് പഠിപ്പിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് പറയുന്നത് ഇങ്ങനെയാണ്. തീത്തോസിന്റെ ലേഖനം 3:5 പരിശുദ്ധാത്മാവ് ശുദ്ധീകരണത്തിനായി, നവീകരണത്തിനായി നമ്മളെ സഹായിക്കുന്നു. ആത്മാവ് എന്താ ചെയ്യുന്നത്? ആത്മാവ് പുനർജന്മം നൽകിയാണ്. ആത്മീയ പുനർജന്മം. അതെ, യോഹന്നാന്റെ സുവിശേഷം 3:5-6 എന്താണ് പറയുന്നത്? അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. എത്ര സത്യമായിട്ടാണ് വചനം പറയുന്നത്. ഒരുവൻ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ, ഒരുവൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ പ്രവേശിക്കണമെങ്കിൽ, ഒരുവൻ ദൈവം ഒരുക്കിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ ആത്മാവിലും വെള്ളത്താലും വീണ്ടും ജനിക്കണം. അത് വലിയ ഒരു സംഭവമാണ്, വലിയ വിശദമായ ഒരു പഠനമാണ്. അതിലേക്ക് ദൈവം സഹായിച്ചാൽ ഞാൻ പിന്നീട് വരാം. അപ്പൊ തിരുവനന്തപുരത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ജഡത്താൽ ജനിച്ചത് എന്താണ്? ജഡമാകുന്നു. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അതുകൊണ്ട് നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അത് കണ്ട് നമ്മളൊന്നും ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്കാണ് അത് ഊതുന്നത്. അതിന്റെ ശബ്ദം എവിടെ നിന്ന് വരുന്നു നമുക്കറിയത്തില്ല. അതിന്റെ ശബ്ദം നാം കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും നമുക്കറിയില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു. ഹലോ, കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്ന് പറയുന്നത്? ഓരോ വ്യക്തികളെയും വിശ്വാസത്തിൽ നിലനിർത്തും. ഓരോ വ്യക്തികളെയും അനുദിനം നവജീവൻ നൽകി നവീകരിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ രക്ഷയിലൂടെ പ്രവർത്തിക്കുകയാണ്. 1 Corinthians ലേഖനം 6:19 പറയുന്നത് പോലെ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. കേൾക്കണേ, എത്ര വളപ്പെട്ട വചനമാണ്. നമ്മൾ ഒരിക്കലും നമുക്കുള്ളവരല്ല.
നാം ദൈവത്തിന്റെ ശരീരമാണ്. ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിടുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ വേണ്ടി വാദിക്കുന്നു. നമ്മളെ ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പരിശുദ്ധാത്മാവ് തയ്യാറാകുകയില്ല. കാരണം ദൈവത്തിന്റെ സീലിംഗ് യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈശോയുടെ കാര്യങ്ങൾ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ആത്മാവില്ലാതെ നമുക്ക് ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അറിയാനോ വളരാനോ എന്ത് ചെയ്യത്തില്ല, കഴിയുകയില്ല. ആത്മാവ് നമ്മളിൽ വസിക്കണം. ആത്മാവ് നമ്മളിൽ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നമ്മളിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ അത്ഭുതകരമായ കാര്യമാണ്. പിതാവായ ദൈവം തന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ചുവെങ്കിൽ, ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ, നമ്മുടെ മർത്ത ശരീരങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് നവജീവൻ ഉണ്ടാകുന്നു എന്നുള്ളതല്ലേ? അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു, ഒരു പുതിയ നവ അനുഭവത്തിലേക്ക് മാറ്റുന്നു എന്ന് ഇന്ന് രാത്രി നാം തിരിച്ചറിയണം. ഓക്കെ, അതാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. യേശു കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയി എന്നാ പറയുന്നത്. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ എന്റെ വാക്കിൽ ഇവിടെ ഉപസംഹരിക്കുന്നതിന് മുമ്പേ നമ്മൾ തിരിച്ചറിയണം, അവർ ഭയപ്പെട്ടു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ശിഷ്യന്മാരെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുവിൻ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ സാക്ഷികളായി മാറും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് പ്രിയരെ നമ്മളെ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക മാത്രമല്ല, നമ്മളെ ശക്തീകരിക്കുന്നു, നമ്മളെ ധീരന്മാരാക്കി മാറ്റുന്നു. നമുക്ക് വേണ്ടുന്ന ആവശ്യമായ ഊർജവും ബലവും ശക്തിയും ആര് നൽകുന്നു? പരിശുദ്ധാത്മാവ് നൽകുന്നു. ജഡത്തെ ജയിക്കുവാൻ, ജഡത്തിൽ നേരിടുന്ന പ്രലോഭനങ്ങളെ, പരീക്ഷകളെ ജയിക്കുവാൻ, ദൈവിക സ്വഭാവത്തിൽ വളരുവാൻ, ദൈവിക സ്വഭാവത്തിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാപ്തരാക്കുന്നു എന്ന് ഈ തിരുവഴുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ രക്ഷയിൽ നിലനിൽക്കുകയാണ്. പിതാവ് രക്ഷ ആരംഭിച്ചുവെങ്കിൽ, രക്ഷയുടെ പ്രവൃത്തി തുടക്കം കുറിച്ചുവെങ്കിൽ, യേശു ക്രിസ്തുവിൽ അത് നിവൃത്തീകരിക്കുവാനിടയാണ്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച രക്ഷ, സൗജന്യമായി നൽകിയ രക്ഷ, ആ രക്ഷയിൽ നിലനിൽക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? പരിശുദ്ധ. ഓക്കെ, ഈ വചനത്തിന്റെ ആത്മാവിന്റെ ചൈതന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. ആത്മാവ് നമ്മുടെ അവകാശത്തിന്റെ മുദ്രയാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല. ആത്മാവ് നമ്മളിൽ വസിക്കുന്നു, വഴികാട്ടുന്നു, ആശ്വാസം നൽകുന്നു. ആത്മാവ് നമ്മളെ രക്ഷിക്കുന്നു. ആത്മാവ് നമുക്ക് സ്വർഗമുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. ചിലകാര്യങ്ങളോട് ദൈവത്തെ സ്തുതിച്ചാണ്. പിതാവ് പദ്ധതി ഇടുമ്പോൾ ഇവിടെ പുത്രനായ യേശു ക്രിസ്തു നേടിയെടുക്കുകയാണ്. ആത്മാവ് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. തൃത്വം എന്നത് അങ്ങ് ദൂരെ നിന്ന് അഭിനന്ദിക്കേണ്ടുന്ന ഒരു ദൈവശാസ്ത്രപരമായ ആശയമല്ല. അത് നമ്മളെ ക്ഷണിച്ചിരിക്കുന്ന ജീവനുള്ള ബന്ധമാണ്. പിതാവിന്റെ ഹൃദയം, പുത്രന്റെ കൈകൾ, ആത്മാവിന്റെ സാന്നിധ്യം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നു. ഈ വചനങ്ങളാ കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും.